Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക് ആൻഡ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ ആയ 1773 മലയാളം മംഗ എക്സ്പ്ലനേഷൻ ആണ്. സോ അധികമൊന്നും പറഞ്ഞ് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വൺ പീസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇപ്പം തന്നെ റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് എ ജനറേഷൻ ഓഫ് വാരിയേഴ്സ് എന്നാണ്. ചാപ്റ്ററിന്റെ കവർ പേജിനകത്ത് നമുക്ക് നമ്മുടെ ഉസോപ്പിനെ അതേപോലെ ചോപ്പറിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഉസോപ്പാട്ടെ തന്റെ മൂക്കിൽ ചെറിയ ഹണി വെച്ചുകൊണ്ട് ബാക്കിയുള്ള റൈനോസറസ് ബീലിലെ പിടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഈ ചാപ്റ്റർ ഒഫീഷ്യലി കിടക്കാൻ നേരത്ത് നമ്മുടെ ജാളിൻ്റെ അടുത്തേക്ക് ബാക്കിയുള്ള ഡോമി റിവേഴ്സിൽപ്പെട്ട എല്ലാ ജയൻസും എത്തിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഡോറിയും ബ്രോഗിയും എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് കാണുന്ന ജാറിൽ പറയുകയും ചെയ്യും, ഡോറി ബ്രോഗി, എനിക്ക് ഒരിക്കലും വിചാരിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കും ഈ ഒരു അവസ്ഥയുണ്ടായെന്ന്. ഇതേ സമയത്ത് തന്നെ പുറകിൽ കൂടെ സ്റ്റാൻസിനും അതേപോലെ ഹജറുദ്ദീനും അവിടേക്ക് എത്താറായിട്ടുണ്ട്. സോറോ, നിന്റെ പ്ലാൻ എന്താണ്? അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം മറ്റൊരു കാര്യം തിരക്കാനുണ്ട്. ഞാൻ ഇവരെ വെട്ടുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ സമയത്ത് ഹജറുദ്ദീൻ പറയുന്നുണ്ട്, ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, അവരും ഒരു ജൈൻ വാരിയറുള്ള ക്രൂ ആണ്. ഈ ടൈമിൽ സ്റ്റാൻസും പറയുന്നുണ്ട്, എൽഡർ ജാവലിനെ രക്ഷിക്കുന്നതാണ് നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി. അതേപോലെ തന്നെ ഇവരെല്ലാവരും വാരിയേഴ്സാണ്, അവരെല്ലാവരും നമ്മുടെ റെസ്പെക്ട് എയിം ചെയ്ത ആൾക്കാരുമാണ്. സോ അവരുടെ പ്രൈഡെങ്കിലും നീ അറ്റ്ലീസ്റ്റ് സ്പെയർ ചെയ്യേണ്ടതാണ്. ഈ സമയത്ത് ദൂരെ നിന്ന് രണ്ട് ജയൻസ് ഇവരെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഹജറുദ്ദീൻ, സ്റ്റാൻസൺ, ഓ നമ്മളെ സ്പോട്ട് ചെയ്തു, ഒരു കാര്യം ചെയ്യാം, സറൗണ്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാട്ടെ അവർ പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തായി? ഈ ലോകത്തിലുള്ള എല്ലാ ജയൻസിനെ നിങ്ങൾ ഒന്നിപ്പിക്കുന്നില്ല പറഞ്ഞത്, എന്തായാലും ഇവന്മാർക്ക് അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവന്മാർ ഇവരെ നോക്കി കളിയാക്കുന്നുണ്ട്. ഇത് കേട്ടപ്പ രണ്ടുപേർക്കും ഒരേപോലെ തന്നെ പൊളിഞ്ഞു. സോറോ തീർത്തേക്കണമെന്ന് പറഞ്ഞപ്പോൾ സോറട്ടെ തിരിച്ചിട്ട് പറഞ്ഞേ, ഓക്കെ ബ്രദേഴ്സ്, അത് ഞാനേറ്റെന്ന് പറഞ്ഞ് നേരെ മുകളിലേക്ക് എടുത്ത് ചാടുവാണ്. ഓ അതെന്തായാലും ബുദ്ധിപരമായിട്ടുണ്ട്, നീ മുകളിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ഒരിക്കലും അതിനകത്ത് പെട്ടുപോകത്തില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്റ്റാൻസനും അതേപോലെ ഹജറുദ്ദീനും രണ്ട് സൈഡിലേക്ക് വിടും. സ്റ്റാൻസൺ, നമുക്ക് സർക്കിൾ ചെയ്യാം, അതാ നേരത്ത് യുമാരെ നമുക്ക് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞപ്പോൾ സോറോ ആട്ടെ അവിടെ ഉണ്ടായിരുന്ന ഓരോ ജാൻസിൻ്റെ തലയിൽ കൂടെ ചാടി 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 മുകളിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവന്മാർ പറയും ചെയ്യും, പ്യൂണി ഹ്യൂമൻ, നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴാണ് സോറോ പുള്ളിക്കാരനെ 3 sword സ്റ്റൈലുള്ള സീക്രട്ട് ടെക്നിക്കായുള്ള ക്രോസിംഗ് ഓഫ് ദി 6th path യൂസ് ചെയ്ത് അവന്മാരെ എല്ലാവരെയും ഒരേപോലെ തന്നെ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് കാണാൻ നേരത്ത് സ്റ്റാൻസിനും ശരിക്കും ഇംപ്രസ്ഡ് ആയി. ആ സമയത്താണ് ഡോറിയും ബ്രോഗിയും നമ്മുടെ സോറോനെ കാണുന്നത്. സോറോ എന്ന് വിളിച്ചുകൊണ്ട് അവർ നേരെ തിരിയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഡോറി ബ്രോഗി എന്ന് വിളിച്ചുകൊണ്ട് അവന്മാർ ചെയ്യുന്ന ഒരു അറ്റാക്കിൽ നിന്ന് സോറോ ഒരു ചെറിയൊരു അറ്റാക്ക് ചെയ്ത് അവിടെ നിന്ന് മാറുന്നുണ്ട്. അതുമൂലം തന്നെ ഡോറിയും ബ്രോഗിയും പരസ്പരം ചെയ്ത അറ്റാക്ക് പരസ്പരം അവരുടെ മേത്ത് വീണുണ്ട്. അവരുടെ ശരീരം അവർ തന്നെ മുറിക്കുവാണ്. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ സോറോം ശരിക്കും ഞെട്ടി. ജാറിലോ അതേപോലെ തന്നെ അത്ഭുതപ്പെട്ടു. ഡോറി ബ്രോഗി എന്ന് പറഞ്ഞിട്ട് അവരുടെ ചോരയൊക്കെ വാർന്നുണ്ട് താഴത്തേക്ക് വീഴുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബ്രോക്കിന്റെ ലൊക്കേഷനാണ്. ബ്രാഞ്ച് ാണ് നമ്മുടെ ബ്രോക്ക് ഇപ്പോൾ ഉള്ളത്. അവനോട്ടെ നിരങ്ങി ഒരു സ്ഥലത്ത് വരെ എത്തിയിട്ടുണ്ട്. പ്രിൻസസ് ഷൂറി, അത് താങ്കൾ തന്നെയാണോ പ്രിൻസസ് ഷൂറി? ഈ സമയത്ത് നമ്മുടെ ഗുങ്കുവിനെ പൊസസ് ചെയ്തിരിക്കുന്ന ഈ മോട്ടെ അവൻ്റെ നേരെ നോക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല നീ എങ്ങനെയാണ് അവളായിട്ട് മാറുന്നതെന്ന്, പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നീ അവളുടെ സ്പിറ്റിംഗ് ഉള്ള ഇമേജ് തന്നെയാണ്, പക്ഷേ ഇത് ശരിക്കും ഇമ്പോസിബിൾ ആണ്. ഈ സമയത്ത് തന്നെ ഈ മൂന്നും മിണ്ടാതെ അവിടെ നിൽപ്പുണ്ട്. നീ പ്രിൻസസ് ഷൂറി അല്ലെങ്കിൽ നീ അവളുടെ ബ്ലഡ് ആയിരിക്കുമല്ലോ. കാര്യം അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ ഇപ്പം ഏകദേശം 80 വയസ്സോളം അവൾക്കായെന്നാവും. ശരിയാണ്, ഞാൻ ശരിക്കും മാറിയതുകൊണ്ട് തന്നെ അവളെന്നെ റെക്കഗ്നൈസ് ചെയ്തില്ല. എങ്കിലും നിന്റെ ഫീച്ചേഴ്സ്, നിന്റെ ബ്ലൂ ഹെയർ, മിസ്മാച്ച് ഉള്ള ഐ കളേഴ്സ്, പിന്നെ ഹോളി ലാൻഡിലുള്ള കണക്ഷനും, അതിലുപരി നിനക്കെൻ്റെ പാട്ടും ഇഷ്ടമല്ലേ? നീ പറ, എല്ലാ സിംഗിൾ ഡീറ്റെയിൽസും പെർഫെക്റ്റ് ആണ്. നീ പ്രിൻസസ് ഷൂറി അല്ലേ? ഞാൻ എൻ്റെ ജന്മത്തിൽ ഒരിക്കൽ പോലും നിന്നെക്കുറിച്ച് ആലോചിക്കാൻ പോലും പാടില്ലെന്നാണ് വിചാരിച്ചത്. കാര്യം എൻ്റെ ജീവനും എൻ്റെ ജീവിതം എല്ലാം ഞാൻ അദ്ദേഹത്തിന് അർപ്പിച്ചതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവനല്ലേ നീ എടുത്തത്? സ്വന്തം അച്ഛനെ കൊന്ന പ്രിൻസസിനെ പറഞ്ഞിട്ട് അവനാട്ടെ കാർന്നുണ്ട്. പെട്ടെന്നായിരുന്നു അവളവിടെ കണ്ണടക്കുന്നത്. ഗുങ്കോ, നിന്റെ മെമ്മറീസ് ഒക്കെ തിരിച്ചു വരുവാണെന്ന് ചോദിച്ചപ്പോൾ അവൾ കണ്ണ് നടന്നിട്ട് പറയും ചെയ്യും, ബ്രോക്ക് നീ ഇവിടെ നോടി രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ്റെ മേലിൽ ഒരു ചെറിയൊരു കാര്യം ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ ശരീരത്തിലുള്ള ആ ഒരു ആരോസ് എല്ലാം തന്നെ ലൂസ് ആകാനായിട്ട് തുടങ്ങി. അവൻ്റെ ശരീരത്തിലുള്ള മാത്രമല്ല നമ്മുടെ കുട്ടികളെ വഴി കാട്ടിക്കൊണ്ടുവന്ന ആ ഒരു ആരോസും ലൂസായി. നമ്മുടെ ബ്രോക്കാട്ടെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇമ പറയും ചെയ്യും, ഗുങ്കോ നീ സ്വയം ഇഷ്ടത്തിന് ഇവിടെ പ്രവർത്തിക്കുവാണോ എന്ന് ചോദിക്കാൻ നേരത്തെ തന്നെ അവൾ പറഞ്ഞിട്ടുണ്ട്, ബ്രോക്ക് എന്നോട് പെട്ടെന്നായിരുന്നു ഇമു ആ കൺട്രോൾ തിരിച്ചെടുത്തത്. കോപ്പ്, എന്റെ കാല് വീണ്ടും സ്റ്റക്കായല്ലോ. നീ എന്തിനാണ് എന്നോട് ഓടാൻ പറഞ്ഞത്? ഞാൻ ഈ കാര്യം സെറ്റിൽ ചെയ്യാനായിട്ടാണ് ഇവിടേക്ക് വന്നത്. പറ, നീ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ബ്രോക്കാട്ടെ അവിടെ കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ അടുത്ത സെക്കൻഡ് തന്നെ ബ്രോക്കിനെ ഇമു അറ്റാക്ക് ചെയ്തിട്ട് പറയും ചെയ്യും, മിണ്ടിപ്പോകരുത്, ആരാണ് നീ? ഗുങ്കോന്റെ ആരാണ്? അതേസമയം ബ്രാഞ്ച് 8 തന്നെ ഉസോപ്പിന്റെ ഗ്രൂപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാവരും ഫ്രീ ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഉസോ പറയും ചെയ്യും, കണ്ട എന്റെ പവർ കാരണമാണ് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടത്. ഇതേ സമയം തന്നെ ജിംബെ പറയും
പറയുകയും ചെയ്യും, അല്ല അതെന്താണ് സംഭവിച്ചത്, പെട്ടെന്ന് ഒരു നേരത്തേക്ക് അത് ലൂസായിട്ട് മാറിയല്ലോ. പക്ഷെ റോബിൻ്റെത് ഇതുവരെ അഴിക്കാൻ സാധിച്ചിട്ടില്ല. ഇതൊന്നും ഡിഫറൻ്റ് ആയുള്ള കാര്യമാണ്, ഇതൊന്ന് ത്രോൺസ് ആണ്. ഞാമി എന്നെ പറ്റി പറഞ്ഞേക്ക്, ആ കുട്ടികളെ രക്ഷിക്കാനായിട്ട് നോക്ക്. ഞാൻ നേരത്തെ ഏഞ്ചി ഓടുന്ന കണ്ടിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവൾ അവിടേക്ക് എത്തുമെന്ന്. കാര്യം വെസ്റ്റ് വില്ലേജ് ശരിക്കും ദൂരത്താണെന്ന് ഈ സമയത്ത് നമ്മുടെ ജിംബെ പറയുന്നുണ്ട്. പെട്ടെന്നാണ് നാമിസോ എന്ന് പറഞ്ഞ ആ ഒരു സൗണ്ട് കേട്ട് അവൾ തിരിഞ്ഞ് സാഞ്ചുക്കുന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ബ്രാഞ്ച് 8 ആണ്, നിയർ വെസ്റ്റ് വില്ലേജ്. ഈ സമയത്ത് തന്നെ ഷുവേസായിട്ട് അവരുമായിട്ട് പോകുന്നുണ്ട്. മര്യാദക്ക് നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോകുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ കൊളൻ പറയുകയും ചെയ്യും, അപ്പം നിങ്ങളാണല്ലേ എൽഡർ ജാറുൽ പറഞ്ഞ ആ ഒരു ഡീമൻസ്, ഞങ്ങൾ എൽബഫ് റിയലി സ്ട്രോങ് ആണ്, ഉറപ്പായിട്ടും നീയൊക്കെ ഇതിനെ അനുഭവിക്കും. പൊട്ട, ഈ ജയൻസ് എന്തുമാത്രം സ്ട്രോങ്ങർ ആണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതല്ലേ ഞങ്ങളിവിടെ വന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നീ ആ ഗബാന്റെ കുട്ടിയല്ലേ, നീ വാ മൂട്ടിട്ട് ആദ്യം നീ എന്നെ അഴിച്ചുവിടാനായിട്ട് നോക്ക്. ഈ സമയത്ത് തന്നെ ബാക്കിയുള്ള പിള്ളേർ അവർ വിടാൻ വേണ്ടി കിടന്ന് കരയുന്നുണ്ട്. ഞാനൊരു വാരിയറിനെ പോലെ നിന്നെ ഫേസ് ചെയ്യാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിത് എത്താറായിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ഹാർബർ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഹോം ലാൻഡിൽ വിട പറയാൻ സമയമായി. നിങ്ങളിനി ഒരിക്കൽ പോലും ഇത് നേരിട്ട് കാണത്തില്ല. നീ എന്താണ് ഈ പറയുന്നത്? അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട്ടെ അവിടെ കിടന്ന് കരയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഷൂമേഴ്സായിട്ട് ബാക്കിയുള്ളവരെ കോൺടാക്ട് ചെയ്യും. ഗൈഡ് വൺ ആൻഡ് ക്വിലിംഗം, ഞാൻ ഏകദേശം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ടാസ്ക് കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട്. പിന്നെ എനിക്ക് എത്ര പെട്ടെന്ന് വീട്ടിൽ പോയേക്കൊള്ളാമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയാൻ നേരത്ത് കുറേയധികം ജയൻസ് അവിടേക്ക് ഓടി വരുന്നുണ്ട്. കൊളോൺ, യെലുവ, ഓലോഫ് എന്നൊക്കെ വിളിച്ചുണ്ട്. അല്ല നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് എത്തിയെന്ന് നമ്മുടെ ഷൂമേഴ്സ് കിടന്ന് കാറുന്നുണ്ട്. ആ ഡ്രീം ഡീമൺസ് ഒന്നും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടേക്ക് ഓടി വരുന്നുണ്ട്. ഇല്ലേ അമ്മയുണ്ട്, അല്ല ഗ്രാൻഡ് ഒമിയോ ഉണ്ടല്ലോ. അപ്പോഴാണ് ഒരു കൊച്ചു പറഞ്ഞത്, ദേ മുകളിലേക്ക് നോക്കുന്നത് പറഞ്ഞപ്പോഴാണ് ഒരു വലിയൊരു മോൺസ്റ്റർ വന്ന് അവിടെ അറ്റാക്ക് ചെയ്തത്. അത് നമ്മുടെ നിക്കായിരുന്നു, ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ. അമ്മ നിൽക്കേണ്ട, എല്ലാവരും ഓടിക്കെന്ന് നമ്മുടെ കുട്ടികൾ പറയുകയും ചെയ്യും. ആ സമയത്താണ് അവർ പറഞ്ഞത്, ആരുടെ കയ്യിൽ നിന്ന്? ഈ നിക്കയുടെ കയ്യിൽ നിന്നോ? ഞങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുവാണ്. ഞങ്ങൾ വന്നിട്ടുള്ളത് ജനറേഷൻ ഓഫ് വാരിയസിന്റെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു അവരെല്ലാവരും കൂടെ ആ നിക്കേനെ അറ്റാക്ക് ചെയ്തത്. ഇത് കണ്ടപ്പോൾ പിള്ളേരും ബാക്കിയുള്ളവരെല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. ഇവർ ഇത്ര സ്ട്രോങ്ങർ ആയിരുന്നു. അതേസമയം ദൂരത്തുനിന്ന് ഗർഡും ഗോൾഡ് വർക്കും റോഡ് എത്തിയിരുന്നു. ഗൈസ് ഇല്ലേ, കുട്ടികളെ കാണാം, പക്ഷേ നമ്മൾ ഓടിയാൽ എത്തുമെന്ന് തോന്നുന്നില്ലല്ലോ. എങ്കിൽ പിന്നെ ഗോൾഡ് വർക്ക് റെഡി ആയിക്കോ. ഓക്കെ 2 ജനറൽസ്, ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാനും ഉണ്ട്, എനിക്ക് എൻ്റെ ബ്രദറിനെ സേവ് ചെയ്യേണ്ടതെന്ന് റോഡ് പറയും ചെയ്യും. അത് കഴിയുമ്പോൾ അവർ 3 പേരും കൂടെ 3 ജനറൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗുങ്കോ സോവർട്ടി എന്ന് പറഞ്ഞ ഒരു കിടിലൻ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് അവർ നിക്കയുടെ ശരീരത്തിൻ്റെ അകത്തൂടെ തുളച്ചു കയറി അവൻ നേരെ താഴത്തോട്ട് വീഴാനായിട്ട് പോകും. അവനായിട്ട് നമ്മുടെ ഷോമിസിൻ്റെ നേരാണ് വന്ന് വീഴാൻ പോയത്. ഷോമിസ് പെട്ടെന്ന് തന്നെ നീ എന്നെ ക്രഷ് ചെയ്യാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ നിക്ക തിരിച്ച് വന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടിയിരുന്ന ആ ഒരു ഷിപ്പിൻ്റെ മേളിൽ വന്ന് വീണ് ആ ഷിപ്പ് കംപ്ലീറ്റ്ലി മുങ്ങി പോകുന്നുണ്ട്. ഇത് കാണുന്നിടത്ത് ഷോമിസ് പറഞ്ഞു മൂഞ്ചിയലൊന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് നമുക്ക് ബ്രേക്ക് ഒന്നും ഒഫീഷ്യലി കൺഫേം ആയിട്ടില്ല. പിന്നെ ഇത്തവണ എനിക്ക് സ്പോയിലേഴ്സ് ഇടാൻ സാധിച്ചില്ല, ഐ എം റിയലി സോറി. അതുകൊണ്ട് തന്നെ വരുന്ന ചൊവ്വാഴ്ച തന്നെ അടുത്ത സ്പോയിലേഴ്സും വരുന്ന വെള്ളിയാഴ്ച അടുത്ത ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.